The art of knowing is knowing what to ignore. Yes, this is Safna with some current affairs. And എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. So the first question goes like this. Which state is to withdraw its incentive providing scheme for interfaith marriage? Interfaith marriage ഇന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ഏത് സംസ്ഥാനമാണ് വിഡ്രോ ചെയ്തത്? അത്തരത്തിലൊരു സ്കീം ഇത്രയും കാലം വരെ കൊടുത്തുകൊണ്ടിരുന്നു, അത് ഏത് സംസ്ഥാനമാണ് ഇപ്പോൾ പിൻവലിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലവ് ജിഹാദ് എന്നൊരു സ്കീം, അതായത് അതിൻ്റെ പേരിലൊരു ലോ കൊണ്ടുവന്നതിന് ശേഷം ഉത്തർപ്രദേശ് ഗവൺമെൻറ് ആണ് ഇത്തരത്തിൽ ഒരു സ്കീം നിർത്തലാക്കിയത്. ഓക്കെ, 4 ഡെക്കേഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, ഓൾമോസ്റ്റ് 44 ഇയേഴ്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു സ്കീം റീസെൻ്റ് ആയിട്ട് അവർ വിഡ്രോ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1976 ഇത്തരത്തിലൊരു സ്കീം നാഷണൽ ഇൻ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇയർ വരെ 11 ബെനിഫിഷ്യറീസ് ആണ് ഇതിനുണ്ടായിരുന്നത്. ആൻഡ് ദേ ഗെറ്റ് 50,000 rupees ത്രൂ ദിസ് സ്കീം. കഴിഞ്ഞ പ്രാവശ്യം വരെ 11 ബെനിഫിഷ്യറീസ് ആണ് ഇതിനുണ്ടായിരുന്നത്. ആൻഡ് ഉത്തരാഖണ്ഡ് ഇതിൽ നിന്നും, അതായത് ഉത്തർപ്രദേശിൽ നിന്നും കാർഡ് ഔട്ട് ആയി പോയതിന് ശേഷം, അതായത് വേറൊരു സംസ്ഥാനമായിട്ട് പോയതിന് ശേഷം ഈ ഒരു സ്കീം തുടരുന്നുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ഇപ്പോൾ ഉത്തരാഖണ്ഡും ആ ഒരു സ്കീം നിർത്തലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചത്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്കീമിലൂടെ നിങ്ങൾക്ക് ഇനിയും ഇൻസെൻറ്റീവ് ആവശ്യമുണ്ടെങ്കിൽ കല്യാണമായി 2 വർഷത്തിനകം, അതായത് വിത്തിൻ 2 years ഓഫ് വെഡ്ഡിങ് യു ഷുഡ് രജിസ്റ്റർ, അല്ലെങ്കിൽ യു ഷുഡ് ഇൻഫോം ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ആൻഡ് വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്നൗ ആണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ആണ്. ആൻഡ് ഉത്തരാഖണ്ഡിൻ്റെ ഗവർണർ ആനന്ദി ബെൻ പട്ടേലാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the ambassador of the Breakthrough Initiative of British Academy of Film and Television Arts? ബാഫ്റ്റയുടെ പുതിയൊരു ഇനീഷ്യേറ്റീവാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് AR റഹ്മാൻ. AR റഹ്മാനാണ് ഈ ഒരു ബ്രിട്ടീഷ് ബാഫ്റ്റയുടെ പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് AR റഹ്മാനാണ്. ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഇസ് സപ്പോർട്ടഡ് ബൈ നെറ്റ്ഫ്ലിക്സ് ആൻഡ് എയിംസ് ടു ഐഡൻറ്റിഫൈ, സെലിബ്രേറ്റ് ആൻഡ് സപ്പോർട്ട് 5 talents ഫ്രം അക്രോസ് ഇന്ത്യ. ഇന്ത്യയിൽ ഉടനീളമായിട്ട് 5 ടാലൻസിനെ കണ്ടെത്തിയിട്ട് അവരെ കണ്ടെത്തുകയും അവർക്ക് 1 year ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഗൈഡൻസും മോണിറ്ററിങ് പ്രോസസ്സും നടത്തുകയും ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഫിലിംസ്, ഗെയിംസ്, ടെലിവിഷൻസ് തുടങ്ങിയ ഫീൽഡിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആൻഡ് എ ജൂറി ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കും ഈ ഒരു സ്കീമിൽ ഉണ്ടാവുക. അതായത് ഈ ഒരു ജൂറിയിൽ ഉണ്ടാവുന്നത് ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കും. ആൻഡ് ഇതിലൂടെ ഇവർക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ 1 by 1 മോണിറ്ററിംഗ് പ്രോസസ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഫ്രീ ആക്സസ് ടു ബാഫ്റ്റ ഇവൻറ്റ്സ് ആൻഡ് സ്ക്രീനിങ്. ബാഫ്റ്റയിൽ നടക്കുന്ന ഇവൻറ്റ്സിൻ്റെയും സ്ക്രീനിങ്ങിൻ്റെയും ഒക്കെ ആയിട്ടുള്ള അതിലേക്കൊരു ഫ്രീ ആക്സസ് ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ആൻഡ് 12 monthsനായിരിക്കും ഈ ഒരു, അതായത് 1 ഇയറിലേക്കാണ് ഈ ഒരു ഫ്രീ ആക്സസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഫുൾ വോട്ടിംഗ് ബാഫ്റ്റ മെമ്പർഷിപ്പും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ബാഫ്റ്റയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അമാൻഡ ബെറി ആണ്. ആൻഡ് ചെയർമാൻ ഓഫ് ബാഫ്റ്റ എന്ന് പറയുന്നത് കൃഷ്ണേന്ദു മജുംദാർ ആണ്. ആൻഡ് ഓൾസോ ബാഫ്റ്റ ഈസ് സിറ്റുവേറ്റഡ് ഇൻ പിക്കാഡില്ലി, ലണ്ടൻ. ഓക്കെ, Delhi, it is in London. Okay, fine. So let's move on to the next question. Who has been appointed as the Secretary General of Lok Sabha? പുതിയതായിട്ട് ആരാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഹി ഈസ് ദ സീനിയർ IAS ഓഫീസർ ആൻഡ് ഹി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ലോക്സഭ സ്പീക്കർ ഓം ബിർള. ഓം ബിർളയാണ് ലോക്സഭയുടെ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഓൾസോ ഹി ഈസ് ദ 1986 ബാച്ച് ഓഫ് ഉത്തരാഖണ്ഡ്
ക്യാഡർ, ഉത്തരാഖണ്ഡ് ക്യാഡറിലെ 1986 ബാച്ചിലുള്ള സീനിയർ IAS ഓഫീസറാണ് ഉത്പൽ കുമാർ സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഹി സക്സീഡ് സ്നേഹലത ശ്രീവാസ്തവ. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ഹി ഈസ് ദ സെക്രട്ടറി ഇൻ ദ ലോക്സഭ സെക്രട്ടേറിയറ്റ്. ലോക്സഭ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി ഹി ഈസ് വർക്കിംഗ്. ആൻഡ് ഓൾസോ 34 വർഷത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, 34 വർഷത്തെ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം. ആൻഡ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, let's move on to the next question. When is Assom Divas celebrated? എന്നാണ് അസോം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുക്കാഫ ദിവസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, സുക്കാഫ, SUKAPHA, സുഖാഫ ദിവസ് എന്നും ഇത് അറിയപ്പെടുന്നു. സുഖാഫ ഭവൻ നിർമ്മാൺ സമിതിയാണ് ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ജയനഗർ, ഗുവാഹട്ടി. ഗുവാഹട്ടിയിലുള്ള ജയനഗറിലാണ് ഈ വർഷത്തെ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അഹോം സഭ, അതായത് അഹോം സഭയും ഈ സുഖാഫ ഭവൻ നിർമ്മാൺ സമിതിയും ചേർന്നാണ് ഈ ഒരു ഡേ അവർ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് സുഖാഫ ഭവനിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രാജീവ് പാനി ഫൂക്കാൻ ആണ്. ഓക്കെ, രാജീവ് പാനി ഫൂക്കാൻ. ആൻഡ് അഹോം സഭയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉമാ കോൺവാർ ആണ്. ആൻഡ് എല്ലാ വർഷവും December 2 ഈ ഒരു ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് 1996 മുതലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ, അതായത് എന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് അഹോം കിങ് ആയിട്ടുള്ള സുഖാഫയുടെ പേരിലാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് അഹോം കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് കിങ് ആയിട്ടുള്ള സുഖാഫയുടെ പേരിലാണ് ഈ ഒരു ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ചൈനയിലാണ് ഇവരുടെ ബേസ് ഉള്ളത്. സോ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക്, അതായത് ആസാമിലേക്ക് വരികയും വരുന്ന വഴിയിൽ എന്തൊക്കെയോ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കസിൻ അദ്ദേഹത്തിൻ്റെ വഴി മുടക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത്. ആ ഒരു ഹിസ്റ്ററിയുടെ റിമംബറൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം, അതായത് സുഖാഫ ആസാമിൽ എത്തിയ ദിവസമാണ് December 2 എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അന്നത്തെ ദിവസം അവർ അസോം ഡേ അല്ലെങ്കിൽ സുഖാഫ ദിവസ് എന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫോഴ്സ് സെലിബ്രേറ്റഡ് ഇറ്റ്സ് റൈസിംഗ് ഡേ ഓൺ December 1? December 1 ഏത് ഫോഴ്സാണ് അവരുടെ, അതായത് CRPF, BSF, ITBP തുടങ്ങിയ ഒത്തിരി ഫോഴ്സുകളുണ്ട്. സോ ഇവരിൽ ആരാണ് അവരുടെ റൈസിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 56th റൈസിംഗ് ഡേ ആണ് BSF ഫോഴ്സ് സെലിബ്രേറ്റ് ചെയ്തത്. അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകാർ അവർ 56th റൈസിംഗ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. ആൻഡ് ദേ ആർ ദ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറീസ്. ഇന്ത്യൻ ടെറിട്ടറിയുടെ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഫോഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് ഇവർ വരുന്നത്. 1956 December 1 ഇവർ രൂപീകരിച്ചത്. അതായത് ഈ ഒരു BSF എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് രൂപീകരിച്ചത്. ആൻഡ് ഓൾസോ യൂണിഫൈഡ് സെൻട്രൽ ഏജൻസി ആക്കി മാറ്റിയത് ഇൻഡോ പാക് വാർ, അതുപോലെ തന്നെ ഇന്ത്യ ചൈന വാർ തുടങ്ങിയ വാറുകൾക്ക് ശേഷമാണ് ഇതൊരു യൂണിഫൈഡ് സെൻട്രൽ ഏജൻസി ആക്കി മാറ്റിയത്. ഓക്കെ, സോ BSFൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് രാകേഷ് ആസ്ഥാനയാണ്. ഓക്കെ, രാകേഷ് ആസ്ഥാന. ഓക്കെ, രാകേഷ് അസ്താനയാണ് BSFൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ദ 27th ഡയറക്ടർ ജനറൽ. ഓക്കെ, 27th ഡയറക്ടർ ജനറൽ ആണ് അദ്ദേഹം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലേക്ക് വാസ് ഇനോഗ്രേറ്റഡ് ബൈ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ? ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ത്രിവേന്ദ്ര സിംഗ് റാവത്ത് റീസെൻ്റ് ആയിട്ട് ഏത് ലേക്കാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൺഡേ അദ്ദേഹം സൂര്യധർ ലേക്കാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഡെറാഡൂണിൻ്റെ നിയറസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഡോയ് വാലയിലാണ്. ഓക്കെ, ഡോയ് വാലയിലാണ് ഈ ഒരു ലേക്ക് ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് 20 വില്ലേജസിന് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഇറിഗേഷണൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു ലേക്കാണ് അവിടെ ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് ഓൾസോ മേജർ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ വാട്ടർ സ്പോട്ട് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനുള്ള തീരുമാനങ്ങളും നടക്കുന്നുണ്ട്. ആൻഡ് ഫാർമേഴ്സിന് 12 months, ഒരു വർഷത്തിലെ 12 months ഇറിഗേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസിനുള്ള വാട്ടർ സപ്ലൈ അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ഓൾസോ ഇത് വാട്ടർ സ്പോട്ട് അല്ലെങ്കിൽ മേജർ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാനുള്ള തീരുമാനം വന്നത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ട്രൈ ജംഗ്ഷൻ, 3 ജംഗ്ഷൻ, അതായത്
One is Dehradun and second one is Rishikesh and Haridwar. Rishikesh and Haridwar inde oru ട്രൈ ജംഗ്ഷനിലാണ് ഈ ഒരു ലേക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ഒരു വാട്ടർ സ്പോട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 550 മീറ്റർ ലോങ് ആയിട്ടുള്ള ഈ ലേക്ക് ഇറ്റ് ഈസ് 228 മീറ്റർ വൈഡ് ആണ് ആൻഡ് 10 മീറ്റർ കപ്പാസിറ്റി 10 മീറ്റർ ഡെപ്ത് 10 മീറ്റർ ആണ് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ആൻഡ് 77,000 ക്യൂബിക് മീറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ 50.25 crore ആണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത്. ആൻഡ് ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ് വിൻ്ററിൽ ആൻഡ് ഗേർസെൻ ആണ് സമ്മറിൽ. ആൻഡ് ഓൾസോ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. അദ്ദേഹമാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് ബേബി റാണി മൗര്യാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state announced to start free ambulance for road accident victims? റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസിന് വേണ്ടിയിട്ട് ഫ്രീ ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ് ഇത്തരത്തിലൊരു പരിപാടി കൊണ്ടുവരാനായിട്ട് വിൽ ബി സ്റ്റാർട്ട് സൂൺ എന്നാണ് മമതാ ബാനർജി അറിയിച്ചിട്ടുള്ളത്. ആൻഡ് 150 ആംബുലൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് മാപ്പ് ഓഫ് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസും അതിനടുത്തുള്ള ഹോസ്പിറ്റൽസും ഒക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത്. 30 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. ആൻഡ് ആദ്യം അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉള്ള ആംബുലൻസ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉള്ള ആംബുലൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് GPS സിസ്റ്റത്തിലൂടെയാണ് പ്രൈമറിലി ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ആൻഡ് വെസ്റ്റ് ബംഗാളിൻ്റെ CM എന്ന് പറയുന്നത് മമതാ ബാനർജി ആണ്. ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ജഗ്ദീപ് ധൻകാർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാപ്പ ബോബ ഡിയോപ്പ് passed away recently. He was related to which field? പാപ്പ ബോബ ഡിയോപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹം റീസെൻ്റ് ആയിട്ട് മരിച്ചു. ആൻഡ് അദ്ദേഹം ഏത് ഫീൽഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീ ഈസ് റിലേറ്റഡ് ടു ഫുട്ബോൾ. ആൻഡ് ഫുട്ബോൾ അതായത് സെനഗളിൻ്റെ വേൾഡ് കപ്പ് സ്റ്റാർ ആണ് പാപ്പ ബോബ ഡിയോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സെനഗളിൻ്റെ വേൾഡ് കപ്പ് സ്റ്റാർ ആണ് ഇദ്ദേഹം. ആൻഡ് 63 അപ്പിയറൻസസ് ആണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് 63 പ്രാവശ്യമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 42 വയസ്സാണ് അദ്ദേഹം അദ്ദേഹത്തിനുള്ളത്. ആൻഡ് 2002 വേൾഡ് കപ്പിലാണ് ഇദ്ദേഹം വേൾഡ് കപ്പ് സ്റ്റാർ ആവുന്നത്. കാരണം അപ്പോഴത്തെ നിലവിലുള്ള ചാമ്പ്യൻ ആയിട്ടുള്ള ഫ്രാൻസിനെ 1-0 എന്ന നിലയിൽ ഓപ്പണിംഗ് ഗെയിമിൽ വേൾഡ് കപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ്, അതായത് ആ ഒരു ഗോൾ നേടിയത് പാപ്പ ബോബ ഡിയോപ്പ് ആണ്. സോ അത് ഓപ്പണിംഗ് ഗെയിമിൽ തന്നെ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ സ്റ്റാർ, അതായത് സെനഗളിനെ തന്നെ വേൾഡ് ലെവലിൽ അറിയിച്ചത് അദ്ദേഹമാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള 2 ഗോളുകളാണ് ഇവരെ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ സെനഗൾ ഈസ് ഓൾസോ നോൺ ആസ് ലാൻഡ് ഓഫ് ടെറങ്ക ആൻഡ് ഫുട്ബോൾ. ഓക്കെ, ആൻഡ് സെനഗളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡാക്കാർ ആണ്. ആൻഡ് സെനഗളിൻ്റെ അതായത് കറൻസി എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക് ആണ്. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക് ഓക്കെ, ഫ്രാങ്ക് ആണ്. ആൻഡ് സെനഗളിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മാക്കി സാൾ ആണ്. ഓക്കെ, MACKY മാക്കി സാൾ ആണ്. ആൻഡ് സെനഗളിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മുഹമ്മദ് ഡിയോണി ആണ്. മുഹമ്മദ് DIONNE ഡിയോണി ആണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
International Sand Art Festival 2020 is celebrated in which state of India? International level നടക്കുന്ന International Sand Art Festival ഇന്ത്യയിലാണ് നടക്കുന്നത്. സോ അത് ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഇൻ ഒഡീഷ. ഒഡീഷയിലാണ് ഇത് നടക്കുന്നത്. ആൻഡ് 9th International Sand Art Festival ആണ് നടക്കുന്നത്. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഇത് നടക്കുന്നത്. ആൻഡ് ചന്ദ്രഭാഗ ബീച്ച്, ഓക്കെ, ചന്ദ്രഭാഗ ബീച്ച് ഓഫ് കൊണാർക്ക് ഇൻ ഒഡീഷ. ഒഡീഷയിലെ പുരി ഡിസ്ട്രിക്റ്റിലുള്ള ചന്ദ്രഭാഗ ബീച്ചിലാണ് നടക്കുന്നത്. അലോങ് വിത്ത് കൊണാർക്ക് ഫെസ്റ്റിവൽ. കൊണാർക്ക് എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. സോ അവിടുത്തെ കൊണാർക്ക് ഫെസ്റ്റിവലിൻ്റെ ഒപ്പമാണ് ഈ ഒരു ഇൻ്റർനാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് 70ഓളം ആർട്ടിസ്റ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റഷ്യ, US, സിംഗപ്പൂർ, ഇറ്റലി തുടങ്ങിയ ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്രാവശ്യത്തെ ചീഫ് ക്യൂറേറ്റർ ഓഫ് ദ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വേൾഡ് റിനൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക് ആണ്. ആൻഡ് ടൂറിസം മിനിസ്റ്റർ എന്ന് പറയുന്നത് ജ്യോതി പ്രകാശ് പാണിഗ്രാഹിയാണ്. ആൻഡ് ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. ആൻഡ് അവിടുത്തെ CM നവീൻ പട്നായിക് ആണ്. ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ഗണേഷി ലാൽ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഒറുനോഡോയി സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്? ഒറുനോഡോയി എന്ന് പറയുന്ന ഒരു സ്കീം റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ആസാം. ആസാമിൽ 29 ഡിസ്ട്രിക്റ്റുകളിലേക്കാണ് ഈ ഒരു ബെനിഫിഷ്യറീസ് ലഭിക്കുന്നത്. ഓൾസോ ഒത്തിരി സ്റ്റേറ്റുകൾ ബാക്കി കിടപ്പുണ്ട്. സ്റ്റിൽ 29 സ്റ്റേറ്റുകൾക്കാണ് ഇപ്പോൾ ലിസ്റ്റ് തയ്യാറായിട്ടുള്ളത്. ആൻഡ് ഈ ബെനിഫിറ്റുകൾ സ്ത്രീകൾ ഭരിക്കുന്ന, അതായത് വിമൺ ഹെഡഡ് ഹോം ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് വിമൺ ബേസ്ഡ് ഹൗസസിലേക്കാണ് ഈ ഒരു ബെനിഫിഷ്യറി പോകുന്നത്. ആൻഡ് ഓൾസോ സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺസിനും ഈ ഒരു ബെനിഫിഷ്യറി ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. 18.20 lakhs ബെനിഫിഷ്യറീസ് ആണ് ഇപ്പോൾ 29 സ്റ്റേറ്റുകളിൽ നിന്ന് 18.20 ലക്ഷം ആൾക്കാർക്കാണ് ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഇത് കൂടാതെ ഇനിയും ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതായത് ഇനിയും ഈ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ബിക്കോസ് ബോഡോ ഡിസ്ട്രിക്ട്സ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇത് എല്ലാം കൂടെ വരുമ്പോഴത്തേനും നിയർലി ഒരു 24 lakh ആൾക്കാർക്ക് ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 830 രൂപയാണ് ഇത് ഓരോ മാസവും ഇവർക്ക് ലഭിക്കുന്നത്. ആൻഡ് ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഓക്കെ, സോ ആസാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസ്പൂർ ആണ്. ആൻഡ് ആസാമിൻ്റെ CM എന്ന് പറയുന്നത് സർബാനന്ദ് സോനോവാൾ ആണ്. ആൻഡ് ആസാമിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ജഗദീഷ് മുഖിയാണ്. ഓക്കെ, ഇന്ന് December 2, 2020 ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ അബോളിഷൻ ഓഫ് സ്ലേവറി. ആൻഡ് ഓൾസോ ഇന്ന് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ബോണസ് അഫയേഴ്സ്. സാഹിതിയുടെ സമഗ്ര സാഹിത്യ പുരസ്കാരമായ സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് 2020 നേടി നോവലിസ്റ്റ് ജോർജ് ഓണക്കൂർ. ആൻഡ് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ വികസനത്തിനായി കൊച്ചിൻ വിമാനത്താവളം മാതൃകയിൽ കേരള സർക്കാർ രൂപീകരിച്ച സ്ഥാപനമാണ് കേരള റബ്ബർ ലിമിറ്റഡ്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു.